എടി സുജേ, എടി സുജേ, നീ അവിടെ എന്തെടുക്കുവാടി? അണ്ണാ ഞാൻ ഇത്തിരി മേക്കപ്പ് ഇടുവാ. ഓ, ഇവളുടെ ഒരു മുടിഞ്ഞ മേക്കപ്പ്. എന്റെ കണ്ണ് തെറ്റിയ ഇവള് കണ്ണാടിന് മുന്നില. രമണി ചേച്ചി, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? തക്കാളി എടുത്താ അത് അവളെടുത്ത് മുഖത്ത് തേക്കും, ബീറ്റ്റൂട്ട് എടുത്ത് അരച്ച് ചുണ്ടിന് തേക്കും, ഷുഗറിന് തിന്നാ 2 കുക്കമ്പർ മേടിച്ചാലാ അത് അരിഞ്ഞ അവള് കണ്ണില് വെക്കും. ഒരു സാമ്പാർ തിന്നാ എനിക്ക് കൊതിയ. എടി നിന്റെ ഒരു മുടിഞ്ഞ മേക്കപ്പ്. സുജേ, രാവിലെ തുടങ്ങി എന്റെ കുറ്റവും പറഞ്ഞോണ്ട്. എപ്പടാ പോയി കിടക്കാടി നീ? ചായ ഇനി അതും കുടിച്ചോണ്ട് ബാക്കി തുടങ്ങിക്കോ. അല്ലടി, കാപ്പിക്ക് എന്താ കാലത്ത്? പത്തിരി ഉണ്ടാക്കി. പത്തരി തിന്നാ ഞാനെന്താ കോഴിയാ? എന്റെ മനുഷ്യ, പത്തരി എന്നല്ല പറഞ്ഞേ, പത്തിരി. പത്തിരിക്ക് എന്താടി കറി? അതിന് കറി വെക്കാൻ വല്ലതും ഇവിടെ വേണ്ടേ? അപ്പൊ ഇന്നലെ ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന ചെറുപയറാ. അത് ഇന്നലെ തന്നെ ഞാൻ പൊടിച്ചരച്ച് എന്റെ മുഖത്തങ്ങ് തേച്ചു. വെളുക്കാൻ തേച്ചതല്ലേ? ഈ തേച്ച് ഈ കുടുംബം വെളുത്ത്. അതൊക്കെ നീ എന്നെ കണ്ടുപഠിക്കരി. ഞാനൊക്കെ എങ്ങടെയും പോണെങ്കിലോ കുളി കഴിഞ്ഞ് മുണ്ടൊക്കെ എടുത്ത് ഷർട്ടൊക്കെ എടുത്തിട്ട് ഒരു ബിഗൊക്കെ വെച്ച് വന്നാ മമ്മൂട്ടിയാ മമ്മൂട്ടി. മമ്മൂട്ടി ഒരു കാര്യം ചെയ്യാമോ? ആ മൂലയിരിക്കുന്ന മമ്മൂട്ടി എടുത്തോണ്ട് ഒന്ന് പണിക്ക് പോസുനി അണ്ണാ. ഞാനിന്ന് പണിക്ക് പോണില്ലടി. അതെന്ത്? ഞാനേ ഇന്നലെ എന്റെ അമ്മാവനൊന്ന് സ്വപ്നം കണ്ടു. സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇന്നലെ രാത്രി ഒരു 10-11 മണിയായപ്പോ എന്തിനേ കടന്ന് ചിരിച്ചത്? അപ്പൊ ഞാൻ നയൻതാരനെ സ്വപ്നം കണ്ടതല്ലേ? ഓഹോ, 2 മണിയായപ്പോ ഡാൻസും കളിക്കണുണ്ട്. അപ്പൊ ഞാൻ മൈക്കിൾ ജാക്സനെ സ്വപ്നം കണ്ടു. വെളുപ്പാങ്കാലായപ്പോ കടന്ന് കരയണതും കണ്ട്. എങ്ങനെ കരയാതിരിക്കും? നിന്നെയല്ലേ സ്വപ്നത്തിൽ കണ്ടത്? എന്നെ സ്വപ്നം കണ്ട ഞാൻ എന്താന്ന് മനുഷ്യ? യക്ഷിയല്ല, ഉറക്കപ്പിശാച്ച്. ഈ ഉറക്കപ്പിശാച്ചിന്റെ കൂടെ 10-12 വർഷം കൊണ്ട് ജീവിച്ചത്. ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെ സംഭവിക്കാനാ? അതിനല്ലേ ഈ ഏലസ്. എന്റെ സുനിയണ്ണ, നിങ്ങൾ 1-2 പറഞ്ഞിരിക്കാതെ ജോലിക്ക് പോകാൻ നോക്കണ്ണ. ഞാൻ പറഞ്ഞില്ലേ അമ്മാവന് സ്വപ്നം കാണാൻ എനിക്കൊരു ഉഷാറിലടി പണിക്ക് പോകാനായിട്ട്. എന്തിനാ നിങ്ങൾ ഒന്നാമത് ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞ എനിക്കൊരു സാരി കാണിച്ചു തരാം. സുജേ, നിനക്ക് എന്റെ അമ്മാവന് വലുത് സാരിയാ? സാരിക്ക് പകരം എനിക്ക് നിങ്ങളെ അമ്മാവനെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല മനുഷ്യ. എടി, നിനക്കൊരു കാര്യം അറിയോ? എന്റെ അച്ഛനും അമ്മയും മരിച്ച ശേഷം എന്റെ അമ്മാവൻ എന്നെ തറയിൽ വെച്ച ഉറുമ്പരിക്കും, തലയിൽ വെച്ച അപ്പേനായിരിക്കും എന്ന് പറഞ്ഞാടി വളർത്തിയത്. അണ്ണാ, അന്നെന്താ ഉറുമ്പൊടി ഒന്നും ഇറങ്ങിയില്ലായിരുന്ന? അതെന്തിനാടി? കുറച്ച് ഉറുമ്പൊടി വാങ്ങിച്ച് അവിടെ അവിടെ ഇട്ടിരുന്നെങ്കിലേ നിങ്ങളെ അമ്മാവൻ നിങ്ങളെ തറയിൽ വെച്ച് എന്നെ വളർത്തിയേനെ. സുജേ, ഞാൻ അങ്ങനെയാണോടി നിന്നോട് പറഞ്ഞത്? പിന്നെ എങ്ങനെയാണ് അണ്ണാ പറഞ്ഞത്? എടി, എനിക്ക് എന്റെ അമ്മാവന്റെ അതേ സ്വഭാവം കിട്ടിയിരിക്കണം. അപ്പൊ നിങ്ങൾ അമ്മാവനും കിടക്കയിലും ഉള്ളണ സ്വഭാവം ഉണ്ടായിരുന്നല്ലേ? അങ്ങനെയല്ലടി നിന്നോട് പറഞ്ഞത്. എന്റെ പൊന്നു ദൈവമേ, ഒന്ന് പറഞ്ഞു തോല. നിങ്ങൾ എന്റെ അമ്മാവന്റെ അതേ സൗന്ദര്യം എനിക്കും കിട്ടിയിരിക്കണ. നിങ്ങൾ അമ്മാവ അതിന് ആരെ സൗന്ദര്യം കിട്ടിയെന്ന് പറയണത്? ജയന്തേ പുഷ്പങ്ങൾ പൂമഴ പെയ്തു, കസ്തൂരി മാനി മലസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ. ഈ പറയണായിട്ട് എന്തോന്നുണ്ട എനിക്ക് സൗന്ദര്യമില്ലെന്നാ? അയൽക്കൂട്ടത്തിലെ രമണി ചേച്ചിയൊക്കെ പറയണ എന്തെന്ന് അറിയാമോ? എന്ത് പറയണ്? ഞാൻ കുളിച്ച് മുടിയഴിച്ചിങ്ങനെ പുറംതിരിഞ്ഞ് നിന്നാലുണ്ടല്ലോ പഴയ സിനിമാ നടി കാജലിനെ പറിച്ചു വെച്ചതുപോലെ എന്നാണ്. കാജലിനെ പറിച്ചു വെച്ച പോലെ ആവില്ല, പിന്നെ പഴയ കാച്ചില് പറിച്ചു വെച്ച പോലെ. നീ ഇപ്പൊ ചെയ്തത് ഒന്നും കൂടി കാണിച്ചേ. കണ്ടാ അയൽക്കൂട്ടത്തിലെ കാജലിൽ നിന്ന് കാണിക്കണ കണ്ടാ? നീ കേറി പോടി, എന്തെങ്കിലും ഉണ്ടാക്കിനോടി. അണ്ണാ, എനിക്ക് ഇന്നൊന്നാമത് മുടി സ്ട്രൈറ്റ് ചെയ്യാൻ പോണം. എന്റെ മോള് മുടിയല്ല സ്ട്രൈറ്റ് ചെയ്യണ്ടേ, നിന്റെ നാക്ക് പോയി സ്ട്രൈറ്റ് ചെയ്ത്. എന്റെ നാക്കിന് എന്തൊരു കുഴപ്പം? എന്റെ നാക്കിന് എന്തൊരു കുഴപ്പം? എന്റെ നാക്കിന് എന്തൊരു കുഴപ്പമെന്നാ നിങ്ങൾ കേക്കണം. അവിടെ ഒരു തറ കെട്ടിട്ടാടാ, അതെന്റെ അനിയൻ വന്ന് താമസിക്കാൻ കെട്ടിയിട്ടാണ്. ഇവളോട് 10 മിനിറ്റ് സംസാരിച്ചല്ലോ, ആ സ്ഥലം എനിക്ക് വെറുതെ ജീവനും കൊണ്ടുപോയി. ചാച്ചി, നിങ്ങൾ കേക്കണം, എന്റെ നാക്കിനെ കുറ്റം പറഞ്ഞിരിക്കണം. ഞാൻ ചെന്ന് സംസാരിച്ചോണ്ട് ഇപ്പൊ 10 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടി. എന്നിട്ട് എന്റെ നാക്കിനാണ് കുറ്റം. അയ്യേ, എടാ സുനി, എടാ സതീശ, എത്ര കാലടാ സതീശൻ നിന്നെ കണ്ടിട്ട്? അല്ലടാ, നീ ഇപ്പൊ എവിടെയാ താമസം? ഞാൻ ചാലക്കുടിയില്. ചായപ്പൊടിയിലാ? ചായപ്പൊടിയിലല്ലടാ, ചാലക്കുടിയില്. ചാലക്കുടിയിൽ എവിടെടാ? തൃശ്ശൂര് താമസിക്കുന്ന നിനക്ക് ചാലക്കുടി എവിടാന്ന് അറിയാൻ പാടില്ലേ? അതല്ലടാ, ചാലക്കുടിയിൽ എവിടെയാ താമസിക്കുന്നത്? ചാലക്കുടി ടൗണിലല്ലേ ഞാൻ താമസിക്കുന്നത്. അപ്പൊ സിറ്റിയിലല്ലേ? സിറ്റിയിലല്ലടാ, ടൗണിലാണ്. ഓ, ടൗണിലാണോ? നിന്റെ പെണ്ണുമ്പിള്ള എന്തിയെ? അവള് അകത്തങ്ങാണ്ട് പോയിരിക്കുന്നുണ്ട്. എടാ, കഴിഞ്ഞ ദിവസം വയലറ്റ് ചുരിദാർ ഇട്ടുണ്ടാവും കവലെ പോയി നിൽക്കുന്ന കണ്ടല്ലോ. വെയിലത്ത് ചുരിദാർ ഇട്ടുന്ന? എടാ, വെയിലത്ത് ചുരിദാർ ഇട്ടെന്നല്ല പറഞ്ഞത്, പിന്നെ വയലറ്റ് ചുരിദാർ ഇട്ടുണ്ടാ കവലെ പോയി നിക്കണം കണ്ടെന്ന്. അല്ലടാ, അവള് സാധാരണ മഴയത്താണല്ലോ പുറത്തിറങ്ങാറുള്ളത്. അതെന്നാ തവളയാണ് നിന്റെ പെണ്ണുമ്പിള്ള? എടാ, വെയിലത്തിറങ്ങിയ കറക്കുന്ന് വിചാരിച്ചിട്ട് അവള് പുറത്തിറങ്ങാറില്ലാന്ന്. വെയിലത്തല്ലല്ലോ കറക്കണേ, രാവിലെ എഴുന്നേറ്റില്ലടാ ഈ കറക്കണത്.
നീ എന്താണ് ഈ ആലോചിക്കണേ? എന്റെ പൊന്നേ നിനക്കൊരു മാറ്റമില്ലല്ലോ എന്ന് ആലോചിച്ചു പോയതാ. അല്ലടാ സതീശ, ഞാൻ ചോദിക്കാൻ പറഞ്ഞു നീ വന്നതിന്റെ കാര്യം പറഞ്ഞില്ലോ. ആ എടാ, ഞാൻ നിന്നോട് സംസാരിച്ച് വന്ന കാര്യം പറയാനങ്ങ് മറന്നുപോയി. ഓ എടാ, നിന്റെ അമ്മാവൻ കോമേലാ. ഈ വയസ്സാം കാലത്ത് അയാൾ എന്തിനീ ഗോവയിലൊക്കെ പോവാ? അതൊക്കെ ഒരു ചെറുപ്പക്കാരല്ലേ ഗോവയിലൊക്കെ പോവാ. അമ്മാവൻ ഗോവയിൽ പോയി നല്ല പറഞ്ഞത്. പിന്നെ നിന്റെ അമ്മാവൻ കോമേലാ ബോധമില്ലാണ്ട് കിടക്കണെന്ന്. അല്ലടാ സീരിയസ് ആണോ? സീരിയസ് ആണോ സിനിമ ആണോ എന്ന് എനിക്കറിയത്തില്ല. നിനക്ക് പോയെന്ന് അമ്മാനൊന്ന് കാണാൻ മേലായിരുന്നടാ. ഞാൻ സുജനെ വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ വരാൻ പറയാറോട്. സുജ അവള് ഫൗണ്ടേഷൻ ഇട്ടോണ്ടിരിക്കാന്നുകൊണ്ട് അങ്ങനെ സുജ നീ പെട്ടെന്ന് പോയി ഒരുങ്ങി വാ, അമ്മാവന് പാടില്ലാന്ന്. ഞാൻ ഒരുങ്ങി വന്നാ നിങ്ങൾ അമ്മ വേണേറ്റിരുന്ന് പാടോ? നീയും നിന്റെ അമ്മാവനും കൂടി ഡൂയറ്റ് പറഞ്ഞ കാര്യല്ല പറഞ്ഞ. അമ്മാവന് സുഖില്ലാന്ന് പറഞ്ഞ സതീശൻ വന്നേക്കണ്. നീ പെട്ടെന്ന് പോയി ഒരുങ്ങി വാ, ചെല്ല് ചെല്ല് ചെല്ല്. അല്ലടാ സതീശ, നിന്റെ അച്ഛന്റെ വീതം കിട്ടണമെന്ന് പറഞ്ഞൊരു കേസൊക്കെ കൊടുത്തിട്ടുണ്ടായില്ലേ, അതൊക്കെ എന്തായാ? അതൊന്നും കിട്ടത്തില്ല, അത് നടക്കുന്ന കേസല്ല. അതെന്താ? വൃത്തസദസ്സിൽ താമസിക്കുന്നവർക്കൊന്നും വീതമില്ലെന്നാ വക്കീൽ എന്നോട് പറഞ്ഞു. നീ ഇവിടെ നിന്ന് ഇങ്ങനെ അതൊന്നും പറയാതെ പെട്ടെന്ന് റെഡിയാ, എനിക്ക് ഓടണം. അല്ലടാ നീ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കണ്ട. അതെന്നാ നീ അങ്ങനെ ചോദിച്ചേ? അല്ല നീ വന്നിട്ട് ഓടണം എന്ന് പറയണ്ടേ. അങ്ങനല്ല പറഞ്ഞത്. പിന്നെ എനിക്ക് നിന്നെയൊക്കെ അവിടെ കൊണ്ടാക്കിട്ട് അടുത്ത വണ്ടി എടുത്ത് എനിക്ക് ഓടണമെന്ന്. ഓ അതാണ് പറഞ്ഞ. ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ചോദിക്കേണ്ടി വന്നത്. എന്നാടാ? നീ ഒക്കെ ക്ഷീണിച്ചു പോരടാ സതീശ. ഞാൻ അങ്ങനെ പോകാൻ വഴിയില്ല, ഞാനിതാ ജിമ്മിലൊക്കെ പോകുന്നുണ്ടോ. അല്ലടാ നീയേ ഈ ഡംബിൾ അടിക്കുമ്പോഴേ നിന്റെ മസിലൊക്കെ തിരിച്ച് ഡംബിളിലോട്ടാണോ കയറി? നാളെ ടെമ്പിളോട് ചോദിച്ചിട്ട് നിന്നോട് വന്ന് പറയാം. അതൊക്കെ പോട്ടെ. ഞാൻ ഇതിൽ ഏത് സാരി എടുക്കട്ടെണ്ണാ? ഈ എന്റെ അമ്മാവൻ മരിക്കാൻ കിടക്കുമ്പോണോ നീ സാരി സെലക്ട് ചെയ്ത് കളിക്കണ? ഏതെങ്കിലും പോയി കൊടുത്തിട്ട് വാ. ഓ നിങ്ങളെ കുടുംബക്കാരൊക്കെ വരെയല്ലേ? ഇന്നാള് രമണി ചേച്ചി അവര് ഇവര് എല്ലാം വന്നപ്പോ ഉണ്ട് എല്ലാരുടെ മുമ്പിൽ അവളമാര് നല്ല സാരി കൊടുത്തിരിക്കണം. എനിക്കും അവളെയും കാട്ടി പൊങ്ങി നിൽക്കണം. ഇതിലൊന്നും ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്തേരി. ഏതെങ്കിലും എടുത്തിട്ട് ഇറങ്ങി പാടി പോയി. ഒരു സെൻസ് ഇല്ലാത്ത മനുഷ്യ. ബന്ധങ്ങളുടെ വില അറിയില്ല സതീശ. നമ്മള് ജീവിച്ചിരിക്കുമ്പോ ബന്ധങ്ങളുടെ വില അറിയില്ല, നമ്മള് മരിച്ചാലെ ബന്ധങ്ങളുടെ വില. അല്ലടാ നിന്റെ മുഖത്ത് എന്താ നല്ല നീരുണ്ടല്ലോ. എടാ ഇന്നലെ അതെനിക്ക് അച്ഛൻ തല്ലിയതാ. എന്തിനാടാ നിന്റെ അച്ഛൻ നിന്നെ തല്ലിയത്? ഞാൻ ഇന്നലെ അവിടെ കവലേക്ക് കടന്ന് ഒരുത്തിനോട്ട് വഴക്കുണ്ടാക്കി. ഓ അപ്പൊ അവൻ എന്നോട് പറയും 24 മണിക്കൂറിന് അവൻ എന്നെ തീർത്ത് കളയുന്നു. ഓ ഞാൻ അവനോട് പറഞ്ഞാ നിന്റെ തന്തയല്ലടാ എന്റെ തന്തേന്ന്. അതും കേട്ടോണ്ട് അച്ഛൻ വന്ന് എന്റെ ചെവിക്കുറ്റി കൊട്ടോ ഒറ്റ അടി. അതിനെന്തിനാടാ നിന്റെ അച്ഛൻ നിന്നെ തല്ലണേ? എടാ ഞാൻ പറഞ്ഞത് എന്റെ അനിയനോടല്ലേ. അപ്പൊ നിന്നെ കൊല്ലണ്ടതായിരുന്നു. അണ്ണാ ഞാൻ ഷേർലിയുടെ വീട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരണട്ടാ. എന്തിനാടി? ഇതിന്റെ ഒന്ന് ഷേപ്പ് അടിച്ചിട്ടോട്ടെ. ആ പച്ച സാരിക്ക് ഇതാണ് മാച്ച്. എന്റെ അമ്മാവൻ മരിക്കാൻ കിട്ടുമ്പോ നീ ഷേപ്പ് അടിച്ച് കളിക്കാണ്ട് പോയിട്ട് വേഗം പോയി ഒരുങ്ങി പാടി. എന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാറുണ്ടാത്ത ഒരു കിഴങ്ങൻ. എന്റെ അമ്മാവൻ എനിക്ക് എന്തൊരു ജീവനാന്നറിയോ നിനക്ക്? അത് പറഞ്ഞവൾക്ക് മനസ്സിലാവണ്ടേ? അല്ല ബാൻഡ് സെറ്റിന്റെ പരിപാടിക്ക് നീ നിർത്തിയോ? നിനക്ക് അന്നിരുന്നുണ്ടായ സംഭവങ്ങളൊക്കെ അറിയാവുന്നല്ലടാ. എന്തുവാടാ? ഞാൻ ആ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്ന ചടങ്ങിന് ഒരു പാട്ട് പാടിയില്ലേ, ക്ലാരനെറ്റിൽ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞില്ലേ? നീ ഏത് പാട്ടാന്ന് പാടിയത്? പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിറങ്ങിയ പക്ഷെ ഞാൻ ക്ലാരനെറ്റിൽ ഒരു പാട്ടാണ് പഠിച്ചു. കാടം വരുന്നേ വേടം വരുന്നേ കൂട്ടരും കോടരുണ്ടേ. പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ വന്ന് നിൽക്കുമ്പോ കാടം വരുന്നേ വേടം വരുന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടിയാ അവര് നിന്നെ കൊല്ലാതെ വിട്ടതുണ്ടല്ലോ. നിന്റെ ആ പെണ്ണും പിള്ളയുടെ ഭാഗ്യം കൊണ്ടാ. എന്താണീ? എന്റെ ലിബാമ കണ്ടാ? ലിപ്പാമയാ? അതെന്ത് സാധനം? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഓ ചുവന്ന് ഉരുണ്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ എടുത്തെടുത്ത് ചുണ്ടി പൊട്ടണ ആ സാധനം. അതാണോ ലിപ്പാമ? ചെറി പഴമാന്ന് ഞാൻ എടുത്ത് തിന്നടി. എന്റെ ദൈവമേ, ഇനി ഞാൻ എന്തോ ചുണ്ടില് പൊറട്ടും. ഒന്ന് റെഡിയായി വാ വേഗം. എന്റെ അമ്മാവനെ കാണാൻ കൊതിയായി എനിക്ക്. ഓ ഇവിടെ ഒരുക്കം കഴിഞ്ഞില്ല. ഹലോ, അയ്യോ എപ്പോ? ഓക്കെ ശരി ഓക്കെ. എന്താടാ സതീശ? എടാ നിന്റെ അമ്മാവും മരിച്ച്. എന്റെ അമ്മാവൻ മരിച്ച? അയ്യോ എനിക്ക് എന്റെ അമ്മാവൻ എത്ര ജീവനാർന്ന് അറിയ സതീശ. എന്റെ അമ്മാവനല്ലടാ എന്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. എന്റെ അമ്മാവൻ പോയില്ലേ? അണ്ണാ ഞാൻ റെഡിയായി, നമുക്ക് പോവാം. നിന്റെ ഒടുക്കത്തെ മേക്കപ്പ് കാരണം എനിക്ക് എന്റെ അമ്മാവന് ജീവനോടൊന്നും കാണാൻ പറ്റില്ല. അമ്മാവൻ മരിച്ചടി. അമ്മാവൻ മരിച്ചാ? അമ്മാവൻ മരിച്ചു. അണ്ണാ എങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യട്ടാ? എന്തായാലും നമ്മളൊരു മരണ വീട്ടില് പോവേല്ലേ? ഈ സാരി മാറ്റിയിട്ടേ ചുരിദാറിട്ടോണ്ട് വരട്ടാ അണ്ണാ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. ഇപ്പൊ പോയാ എനിക്ക് എന്റെ അമ്മാവന് ജീവനോടൊന്ന് കാണായിരുന്നു. ഇനി നീ സാരി കൂടി സെലക്ട് ചെയ്ത് നിന്നാലേ എന്റെ അമ്മാവന്റെ ബോഡി കൂടി എനിക്ക് കാണാൻ പറ്റില്ല. ഒന്ന് വാടി.